അങ്ങനെ യുഎഫ്എ ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സലോണ ന്യൂകാസ്റ്റലിനെ ഏറ്റുമുട്ടാണ് അല്ലെ. ബാഴ്സലോണ vs ന്യൂകാസ്റ്റൽ മാച്ചിനെ കുറിച്ച് ഒരു മാച്ചിനെ കുറിച്ചുള്ള വിശകലനം പറയുകയാണെങ്കിൽ ആ ഒരു മാച്ചിൽ എടുത്തു പറയേണ്ട ഒരു പേരാണ് മാർക്കസ് റാഷ്ഫോർഡ്. അദ്ദേഹം യുസിയിൽ വന്നിട്ടുണ്ട് എന്ന് എല്ലാവരെയും അറിയിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ബാഴ്സയിൽ കളിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവരെയും അറിയിച്ചിരിക്കുകയാണ്. ആ 2 ഗോളുകൾ, ഇതിലൊന്ന് മികച്ചതായിട്ടുള്ള 2 കിടിലൻ ഗോളുകൾ. കളി തുടങ്ങുന്ന സമയത്ത് ബാഴ്സലോണയിലേക്ക് ഒരു ഡേഞ്ചർ ബോൾ വരുന്ന സമയത്ത് ന്യൂകാസ്റ്റലിന്റെ ഫാൻസിന്റെ ഒരു ശബ്ദം ഉണ്ടാവും. ഹൈ പിച്ച്, ബാഴ്സന്റെ ഒരു ഫാൻസും ആ ഒരു സ്റ്റേഡിയത്തിൽ ഇല്ലാത്തതുപോലെയുള്ള ഒരു ശബ്ദമായിരുന്നു ഫസ്റ്റ് മിനിറ്റുകൾ നമ്മൾ കണ്ടത്. കാരണം ഫസ്റ്റ് മിനിറ്റിൽ ഒരു കിട്ടില്ല ചാൻസ് ആന്റണി അലങ്ക ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ജോർഡന്റെ ലെഗിൽ തട്ടാത്തത് കൊണ്ട് അത് ഗോളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാം. അതിനുശേഷം വീണ്ടും ഒരു ഡേഞ്ചർ ബോൾ ആരുണ്ടാക്കിയിട്ടുണ്ട്, ആന്റണി അലങ്ക ഉണ്ടായിട്ടുണ്ട്. 24-ാം മിനിറ്റിൽ ബർണസിലേക്ക് പാസ് കൊടുത്ത ടൈമിൽ അത് ഗോൾ ആവുമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ബാസിന്റെ ഗോൾ കീപ്പർ ഗ്രാസിയ അത് നടത്തി കളഞ്ഞു. ശരിക്കും പറഞ്ഞാൽ കളിയിൽ 2 പേരാണ് കിഡിലെ പെർഫോമൻസ്. ഒന്ന് ബാസിന്റെ ഗോൾ കീപ്പറും അതുപോലെ തന്നെ മാർക്കസ് റാഷ്ഫോർഡ്. റാഷ്ഫോർഡ് എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേണ്ട എന്ന് പറഞ്ഞ് തട്ടിക്കളിച്ച ഒരു പ്ലെയറാണ്. തന്റെ പ്ലാനിൽ റാഷ്ഫോർഡ് ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ ഒരു പ്ലെയറാണ്. അങ്ങനെ അദ്ദേഹം ആസ്റ്റൺ വില്ലയിലേക്ക് പോകുന്നു. കുഴപ്പമില്ലാത്ത ഒരു നല്ല പെർഫോമൻസ്, ഒരു കിഡിലെ പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ എബിലിറ്റി കണ്ടുകൊണ്ട് തന്നെയാണ് ബാസ അദ്ദേഹത്തിനെ സൈൻ ചെയ്യുന്നത്. നമുക്കറിയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഒരുപാട് പ്രീവിയസ് സീസണൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ റാഷ്ഫോർഡിന്റെ കിഡിലെ പെർഫോമൻസ് ഉണ്ട്. അത് മനസ്സിലാക്കി തന്നെയാണ് ഹൻസി ഫ്ലിക്ക് അദ്ദേഹത്തിന്റെ എബിലിറ്റി ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് 57-ാം മിനിറ്റിൽ വളരെ കറക്റ്റായിട്ട് പൊസിഷൻ കീപ്പ് ചെയ്ത് ബോൾ വരുന്നു, കറക്റ്റായിട്ട് ഹെഡ് ചെയ്യുന്നു പോസ്റ്റിലേക്ക്. ഫസ്റ്റ് ഗോൾ. സെക്കൻഡ് പോസ്റ്റിന് പുറത്ത് നിന്ന് തൻ്റെ റൈറ്റ് ഫുട്ടോടെ ഒരു കിഡിലൻ കിക്ക്, റോക്കറ്റ് എവിടെ പോസ്റ്റിന്റെ ലെഫ്റ്റിലേക്ക്. അതുപോലെ തന്നെ ബാഴ്സയുടെ മറ്റുള്ള പ്ലേയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിഡിൽ പെഡ്രിയും ഡിജോവും കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു. അധികം പൊസിഷൻ ലോസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ബോൾ കൺട്രോൾ ചെയ്ത് ആ ഒരു മിഡിലെ പ്ലാൻ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പെഡ്രിക്കും ഡിജോവും പറ്റിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ പറയാൻ പറ്റുന്ന ഒരു പ്ലെയർ എന്ന് പറയുന്നത് ബാഴ്സയുടെ ഗോൾ കീപ്പർ തന്നെയാണ്. കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു, ഒരുപാട് കിഡിലൻ സേവുകൾ ഉണ്ടായിരുന്നു. ഗോൾ ആകുമെന്ന് പ്രതീക്ഷിച്ച ഒരുപാട് ഷോട്ടുകളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, സേവ് ചെയ്തിട്ടുണ്ട്. സോ കളിയിൽ മാൻ ഓഫ് ദ മാച്ച് എന്ന് പറയുന്നത് മാർക്കസ് റാഷ്ഫോർഡ് ആണെങ്കിൽ പോലും ബാഴ്സയെ സംബന്ധിച്ച് 2 പ്ലേയേഴ്സിനും മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം കിട്ടേണ്ടത്. ബാഴ്സയെ സംബന്ധിച്ച് ഇതൊരു എവേ മാച്ചാണ്, UCL ഫസ്റ്റ് മാച്ചാണ്. റാഷ്ഫോർഡിനെ സംബന്ധിച്ച് ബാഴ്സയിൽ വന്നിട്ട് UCL ഫസ്റ്റ് മാച്ചും, ബാഴ്സയെ സംബന്ധിച്ച് ഈ സീസണിലെ ഫസ്റ്റ് മാച്ചും വലിയൊരു എവേ മാച്ചും വലിയൊരു ടീമിനായിട്ടാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. നല്ല രീതിയിൽ കിട്ടില്ല പെർഫോമൻസ് ആണ് എവേ മാച്ചിൽ ബാഴ്സ ഇന്നലെ കാണിച്ചത്. ഫ്ലിക്കിന്റെ അണ്ടറിലുള്ള സ്കോഡിന്റെ സ്ട്രെങ്ത് ഇന്നലെ ഫ്ലിക്ക് മൈതാനത്ത് നല്ലോണം കാണിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മാച്ച് കൊണ്ടുവരയ്ക്കാം. മാച്ചിനെ കുറിച്ച് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മാറ്റ്.